ഈ സിത്തോജിൻ്റെ ഞാനിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇവൻ വിസ കൊടുക്കാമെന്നും പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് ഇവന് മാത്രമേ അറിയൂ. നാട്ടിൽ കേസുണ്ട്. അപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ട് ഇവൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം വിസയ്ക്ക് പൈസ കൊടുത്ത ആൾക്ക് മനസ്സിലായി പൈസ പോയി, ഇവൻ പറ്റിച്ചു എന്നുള്ളത്. ആൾ പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആദ്യമൊക്കെ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു തരാം, ഇന്ന് തരാം, നാളെ തരാം. ഏജൻസിക്കാർക്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരിട്ടോളും. പിന്നീട് അവൻ്റെ തനി സ്വഭാവം കാണിച്ചു. നിങ്ങളിട്ട പണം കള്ളപ്പണമാണ്, ഇൻ്റർപോൾ വരും, ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓഡിയോ കോൾ റെക്കോർഡുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു. ഇവൻ്റെ വീഡിയോസ് കണ്ട് ചതിയപ്പെടുന്നവരാണ് മിക്കവരും. അതുകൊണ്ട് കാശ് കൊടുത്ത് വിസ തരാമെന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ചാടരുത്. പുള്ളി വന്നില്ല. ഞാൻ ഒരു 11:30 വരെ അവിടെ കാറയിലിരുന്നു, താഴെ പുള്ളിയുടെ വീട്ടിന്റെ താഴെ. ഞാൻ രാവിലെ പോയി മേടിക്കാം, റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ പോയി മേടിച്ചിട്ടേക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ പോകണം. രാവിലത്തെ ഓട്ടോടെ കഴിഞ്ഞ് വന്ന് ഒന്ന് കിടക്കണം, ഇല്ലെങ്കിൽ എവിടെയും ഉറങ്ങി വണ്ടി എവിടെയും ഓടിച്ചു കയറ്റും. എന്തായാലും ഇന്നൊന്നും ശ്രമിക്കണേ സിന്തോജെ, പലിശ കൊടുത്ത് വയ്യ, അതുകൊണ്ടാണ്. പുള്ളിയുണ്ട്. ഓ ഓ വരാൻ പറഞ്ഞല്ലേ. ഓ ഓ എന്നെയൊന്നും ഇങ്ങോട്ട് വിളിക്കണേ, എന്തുണ്ടെങ്കിലും എൻ്റെ കാര്യം പറയണേ. ഞാനൊന്ന് കിടന്നുറങ്ങി എണീറ്റിട്ട്, കാരണം പുള്ളിയോട് വിളിക്കില്ലെന്ന് പറഞ്ഞാല് ഞാൻ ഇറങ്ങി എണീറ്റിട്ട് ഞാൻ വിളിച്ചോളാം. ഓ ഓ പറയാം. അല്ല അതല്ല അല്ല അതുകൊണ്ട് നീ എന്തോ പറയട്ടെ സിന്ധുജെ, പൈസ നീ എന്നിടും, എനിക്ക് അല്പം അറിയണം. എനിക്ക് സൗകര്യമില്ല. ഹലോ പറഞ്ഞു സിന്ധുജെ. നിങ്ങളിട്ട പൈസയൊക്കെ എങ്ങനെ ഇട്ടതാ? എങ്ങനെ ഇട്ടതാ പൈസ എല്ലാം? പൈസ എല്ലാം ഗൂഗിൾ പേ നിന്റെ അക്കൗണ്ടിലാണ് ഇട്ടേക്കുന്നേ. അങ്ങനെയല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് അന്നിട്ട പൈസ ഇല്ലേ, അത് ആരുടെ കയ്യിൽ നിന്ന് ആരിട്ട പൈസയാണത്? ആരുടെ കയ്യിൽ നിന്ന് ആരിട്ട പൈസ? ചേട്ടന്റെ പൈസയാ? ഇല്ലടി, സംഭവം കേസായി. എന്തോന്ന്? എന്റെ അക്കൗണ്ടുകൾ മൊത്തം ഫ്രീസായി. ഞാൻ 500-100 വെച്ച് കൊടുത്ത എല്ലാ അക്കൗണ്ടുകളും ഫ്രീസായി. തമിഴ്നാട്ടിൽ നിന്ന് വേറൊരാളെ കൊണ്ട് പൈസ ഇടിപ്പിച്ചില്ലായിരുന്നോ? അത് അവന് എന്ത് വഴി കിട്ടിയ പൈസ? അത് കള്ളപ്പണമാണത്. അവന് വന്ന പൈസ വലിയ അക്കൗണ്ടിൽ നിന്ന്. ഈ പറയുന്ന കേൾക്ക്, ഇത് ഇന്റർപോളിന്റെ കേസായി. ഇനി അത് അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഞങ്ങൾ കള്ളപ്പണം ഇടേണ്ട ആവശ്യം ഇല്ലല്ലോ. ഈ അവസാന ഘട്ടത്തിൽ നീ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാ? പൈസ തരുന്നതിന്റെ കാര്യമല്ല പറയുന്നത്, മനസ്സിലാക്ക്. എന്റെ അക്കൗണ്ട് മൊത്തം ഫ്രീസായി. എന്റെ അക്കൗണ്ട് മാത്രമല്ല, എന്റെ അനിയത്തിയുടെ അക്കൗണ്ട്, ഞാൻ അതിനകത്ത് പൈസ കൊടുത്ത പാസ്വേഡ് അക്കൗണ്ട്, അങ്ങനെ സകല അക്കൗണ്ടുകളും ഫ്രീസായി. എങ്ങനെ ഫ്രീസായ? എടി, അവൻ ഇട്ട പൈസ അവൻ എവിടുന്നോ കള്ളത്തരത്തിലൂടെ വന്ന പൈസ. പൂരി ലിവറും ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതുപോലെ തന്നെ പുട്ട്, ബീഫ്, ഇടിയപ്പം, ദോശ, ചമ്മന്തി, പൊറോട്ടയും മീൻകറി, നല്ല